പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു സായാഹ്നം കൂടി നല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ സായാഹ്നത്തിൽ ഇവിടെ വടുതലയുള്ളൊരു ബോട്ട് ജെട്ടിയിലിരുന്നു കൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു നല്ല ദിവസം, നല്ല സായാഹ്നം. ഇവിടെ ഫെറി ഇറങ്ങുന്ന ഒരു ബോട്ട് കടവാണ്. അക്കരെ ഇക്കരെ വള്ളത്തിൽ ആളെ കൊണ്ടുപോകണം. ആൾക്കാർ ഇവിടെ വന്ന് അക്കരെ ഇറങ്ങുന്നു. ബൈക്ക് ഇവിടെ വെക്കും, എന്നിട്ട് കയറി അക്കരെ ഇറങ്ങും അവരുടെ വീടുകളിലേക്ക്. അതിമനോഹരമായ ഈ സ്ഥലം തന്നെയുമല്ല, പുഴയുടെ മുഴുവൻ ഭംഗിയും അതുപോലെ തന്നെ ചീനവലയുടെ ഭംഗി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാണുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. തമ്പുരാൻ ഈ നാടിനെ എത്ര മനോഹരമായിട്ടാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ നോയമ്പ് കാലത്ത് സായാഹ്നങ്ങളിൽ ഇതുപോലെ വന്നിരുന്ന് ഒന്ന് കാണാനും ഒരുപാട് നന്മകൾ കണ്ടാസ്വദിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര ശാന്തമാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്, മനുഷ്യനിപ്പോൾ നോയമ്പ് കാലമാണ്, കുമ്പസാരവും കുർബാനയും ഒക്കെയായി ജീവിക്കേണ്ട കാലം. ഈ കാലത്ത് നമ്മുടെ കടങ്ങളും നമ്മുടെ പാപങ്ങളും ഏറ്റുപറയേണ്ട കാലം. എങ്ങനെയാണ് കടങ്ങളുണ്ടാകുന്നത്? മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ വരുമ്പോൾ, അത് സേവനമാകാം, പണമാകാം, സ്നേഹമാകാം, കൊടുക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കടബാധ്യതകളായിട്ട്, ബാങ്കിൽ അടയ്ക്കേണ്ട കാശ് ബാങ്കിൽ അടയ്ക്കണം, അല്ലെങ്കിൽ അത് കടബാധ്യതയായിട്ട് വരുന്നത് പോലെ മറ്റുള്ള തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിന് ദൈവത്തെ സ്ഥലത്ത് സാഹചര്യങ്ങളിലും അത് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്ന വലിയൊരു കടബാധ്യത നമ്മുടെ മേലുണ്ട്. അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ, കൂടപ്പിറപ്പുകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ, അത് ഭൗതിക വസ്തുക്കളുമാകാം, സ്നേഹമാകാം, കരുതലാകാം, നല്ല വാക്കാകാം, ബലപ്പെടുത്തുന്ന സംസാരങ്ങളാകാം, ഇതൊക്കെ കൊടുക്കാതെ നമ്മൾ പിടിച്ചു വച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോവുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ വരുമ്പോൾ അത് ഒത്തിരിപ്പ് കടമായി വരുന്നു. ആ അവസ്ഥയിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടേ? ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പനും അമ്മയും വേണ്ട പോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റിയില്ല, അവരിന്നില്ല ഈ ഭൂമിയിൽ. എങ്ങനെ ഇനി ഇതിന് പരിഹാരം ചെയ്യും? മാതാപിതാക്കളുടെ പ്രായം ഉള്ള വാർദ്ധക്യത്തിലായിരിക്കുന്ന ഒരു അയൽക്കാരനോ അയൽക്കാരിയോ അല്ലെ വൃദ്ധരായ ഒരു മാതാപിതാക്കളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ നന്മകളൊക്കെ നമ്മൾ അവർക്ക് ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ അതൊരു പരിഹാരമായി തീരും. മറ്റുള്ളവരെ വഞ്ചിച്ചെടുത്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ തിരികെ കൊടുക്കുക. വഞ്ചിച്ചെടുത്തവൻ്റെ വേദന അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്നും അനുഗ്രഹത്തിന് തടസ്സമായി തീരും. അത് വരല്ലേ? അതുപോലെ പാപങ്ങൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ, വാക്കിലൂടെ പ്രവൃത്തിയിലൂടെയൊക്കെ ചെയ്തു പോയ, സംഭവിച്ചു പോയ പാപങ്ങൾ, അത് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. ഈ നോയമ്പ് കാലം തീരുമ്പോൾ ഈ നോയമ്പ് കാലത്ത് തന്നെ നന്നായി ഒന്ന് കുമ്പസാരിക്കുക. അതുപോലെ തങ്ങളുടെ സ്നേഹം ലഭിക്കേണ്ടവർക്ക് കൊടുക്കാതെ മാറ്റിവെച്ച കടബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഇനിയും നമ്മളുമായി ബന്ധപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നമുക്ക് പങ്കുവെക്കാം. അങ്ങനെ വരുമ്പോൾ പഴയ കടങ്ങൾ പുറക്കപ്പെടും. തന്നെയല്ല, കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പുതിയൊരു ജീവിതം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. ഒരു തരത്തിലും ഭയമില്ല. ഇതിൻ്റെ അവസാനം വിജയമാണ്. കാരണം ദൈവം ആരുടെ കൂടെ നിൽക്കുന്നു അവിടെയാണ് വിജയമുള്ളത്. ഇപ്പോൾ ബസിലിക്കായിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ജനം, ഒരുപാട് ജനം, അതൊന്നും അല്ല, അവിടെ വരാത്ത ഒത്തിരി ജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ചെയ്താൽ ഒത്തിരി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ സഭയ്ക്കെതിരെ, ദൈവത്തിനെതിരെ ശത്രുക്കളായി നിൽക്കുന്ന ഏതാനും അൽമായ സഹോദരങ്ങൾ, അവരാണ് ഇന്ന് അച്ഛന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഓരോ മനുഷ്യരും, പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ വ്യക്തികളെ ദത്തെടുക്കുന്നത് പോലെ എടുത്ത് ആ മനുഷ്യന് ചുറ്റും, ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചതുപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ വ്യക്തി ജീവിതത്തിന് ചുറ്റും
ഒന്ന് നടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു കരുണക്കൊന്ത് ചെല്ലാൻ നോക്കിക്കേ. ഒത്തിരി അത്ഭുതം കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയ കൊടിയ പാപികളായ മനുഷ്യർ, വലിയ കലഹപ്രിയരായ മക്കൾ, അനുസരണയില്ലാത്ത മക്കൾ, മദ്യപാനികളായ മക്കളുടെയൊക്കെ മാനസാന്തരത്തിന് ഇങ്ങനൊരു കാര്യം ചെയ്താൽ ഉറപ്പ് മാനസാന്തരം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിച്ച് പരിശുദ്ധ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതങ്ങളെ നിത്യനാശത്തിന് കൈവിടാതെ മാനസാന്തരത്തിന് വഴി തുറക്കും. കാരണം ദൈവാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഷൈജു ആൻ്റണിയുണ്ട്, പിന്നെ അതുപോലെ എല്ലാവരും ഉണ്ടല്ലോ ആ നേതൃത്വത്തിലുള്ള അവരെല്ലാം ഓരോരുത്തരെയും ദത്തെടുത്ത് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ നമുക്ക് ഈ നോയമ്പ് കാലത്ത് വലിയൊരു അത്ഭുതം കാണാനുള്ള ഭാഗ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ. മാർപ്പാപ്പ എത്രയും വേഗം ഇടപെട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി തരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.